ശ്രീ എൻ ഷംസുദ്ദീൻ. സർ, ഈ ക്ഷേമനിധി പെൻഷനുകളുള്ളവർക്ക് മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതൊരു വലിയ വിവേചനമാണ്. കാരണം ഇത് പണം അടച്ചിട്ടാണ് അവർക്ക് ഒരു പ്രായപരിധിക്ക് ശേഷം തിരിച്ചു കിട്ടുന്നത്. ഇത് പലതവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. ഒരിക്കൽ കൂടി സർ അത് ആവർത്തിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ സാർ, കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 2022 14,762 പേരും 23 26,000 ഒക്കെ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ അത് 24-ലെത്തിയപ്പോൾ 9,077 പേരാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇവരുടെ എണ്ണം കുറയുകയും കുടിശ്ശിക കൂടുകയുമാണ്. ഇവിടെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 450 കോടി രൂപ കൊടുത്തു തീർക്കാണ്ട് സർക്കാർ ഈ ഇനത്തിൽ അനുവദിച്ചത് കേവലം 30 കോടി മാത്രമാണ്. ഇങ്ങനെ എല്ലാത്തിനെയും കണക്കുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ എന്തെങ്കിലും പ്രത്യേകമായ ഡ്രൈവ് സർക്കാർ നടത്തുമോ? മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഇത്തരക്കാർക്ക് തടസ്സമില്ലാതെ വാങ്ങാവുന്ന ഒരു ഭേദഗതിയെക്കുറിച്ച് സർക്കാർ സർ, സാധാരണഗതിയിൽ ഒരേ സമയം ഒരു പെൻഷൻ എന്നുള്ളതാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു തത്വം, പൊതുവിൽ അംഗീകരിക്കപ്പെട്ടുള്ളൊരു തത്വം അതാണ്. ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞാൽ കർഷക തൊഴിലാളികളുടെ എണ്ണത്തിൽ ആനുപാതികമായിട്ടുണ്ടാകുന്ന കുറവ് ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിലും ഉണ്ടാകാനിടയുണ്ട്.